ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങുന്ന ലോഡഡ് ഫ്രൈസ് ഉണ്ടല്ലോ, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. അത് ഏറ്റവും സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഞാനിന്ന് ഷെയർ ചെയ്യണത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെറിയൊരു വ്യത്യാസത്തിലൊക്കെയാണ് നമ്മൾ പുറത്തുനിന്നും, എന്നാലും വാങ്ങുമ്പോൾ നല്ല റേറ്റ് അല്ലേ ഇത് കുട്ടികൾക്കൊക്കെ വാങ്ങി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തൊക്കെ നമ്മൾ ഈ രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് നല്ല ഈസിയാണ്. 2-3 പ്രോസസ്സ് ഉണ്ടെന്നേ ഉള്ളൂ. ആ ഒരു പ്രോസസ്സ് ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ 2 പീസ് ബ്രെഡ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ട് പാൻ ചൂടാക്കിയതിന് ശേഷം തിരിച്ച് മറിച്ചിട്ട് ആ ഒരു കളറിലാക്കി എടുക്കുക. പിന്നെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ തന്നെ എൻ്റെ ഈ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. പൊട്ടറ്റോ ഒന്ന് ഫ്രഞ്ച് ഫ്രൈസ് ആക്കിയിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ബ്രെഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിടുമ്പോഴാണല്ലോ അതിൽ നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടുള്ളൂ, മറ്റേ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ അത് എല്ലാം ഓരോന്നാക്കി റെഡി ആക്കി വെക്കാം. കുറച്ച് കുക്കുംബർ എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോൻ്റെ ആ പൾപ്പൊന്ന് മാറ്റി കൊടുത്താൽ മതി. ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വേണമെങ്കിൽ ഗരം മസാല, അത് നിർബന്ധമില്ല. ഇത്തിരി കുരുമുളക് പൊടിയൊക്കെ അത് ഇഷ്ടത്തിനനുസരിച്ച് മസാല ചേർത്ത് ഒന്ന് ഇതുപോലെ ചെറിയ പീസാക്കി അതും ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇത്രയേ ഉള്ളൂ സത്യം പറഞ്ഞാൽ പണി. ഇനി ഇതൊന്ന് കമ്പൈൻ ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മൾ ഇതുപോലെ ഓവനിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലേറ്റിലേക്ക് ആദ്യം പൊട്ടറ്റോ ചിപ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒന്നില്ലെങ്കിൽ അത് ഒറ്റ ലെയറായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ 2 ലെയറായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കുംബർ, പിന്നെ ഞാൻ സവാള കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവാള ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ ക്യാപ്സിക്കം കിട്ടുകയാണെങ്കിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ബ്രെഡാണ്. ക്യാപ്സിക്കം ഇതുപോലെ എല്ലാം കൂടി ചേർന്ന് മിക്സായിട്ട് വരുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ക്യാപ്സിക്കം ഞാനിപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുക്കണില്ല. സവാളയും ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇന്ന പച്ചക്കറികൾ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാവരും അല്ല, ഈ പറഞ്ഞ വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ കെച്ചപ്പിൻ്റെ സാഷ ഉണ്ടായിരുന്നു, അപ്പോൾ അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം മയോനൈസും ഫ്രിഡ്ജിലിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഹോം മെയ്ഡ് മയോനൈസിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനി ഇതുപോലെ ഒറിഗാനോ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ല ഫ്ലേവറായിരിക്കും. ഒറിഗാനോ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് അതും ഒരല്പം ഇട്ട് കൊടുക്കുക. ചെറിയ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഒന്ന് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെപ്പർ പൗഡറും. ഇത് കുട്ടികളുടെ ഒരു കഴിക്കുന്ന രീതി അനുസരിച്ച് മാത്രം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് രണ്ടും ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് മൊസറല്ല ചീസ് തന്നെയാണ്. അതെല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്തിടുമ്പോൾ നമ്മളിതൊന്ന് ഹീറ്റാക്കി എടുക്കുമല്ലോ. അപ്പോൾ ആ എല്ലാ ഭാഗത്തേക്കും ചീസ് മെൽറ്റായിട്ട് കുട്ടികൾക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും, കാണാനും കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതുപോലെ ഈ ഡ്രസ്സിങ്ങിനുള്ള ചീസാണ്. നമ്മൾ ബ്രെഡിലൊക്കെ തേച്ച് കഴിക്കുന്ന ചീസ് ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെ സെക്കൻഡ് ലെയറും ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ ഓർഡറിൽ ഓരോന്നായിട്ട് ചേർത്തിട്ട് ചീസ് ഏറ്റവും മുകളിലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചീസൊക്കെ കൂടുതലോ കുറവോ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചീസ് എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ മെൽറ്റായിട്ട് വരുന്ന സമയത്ത് കുറച്ചൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിക്കോളും. ഇനി ഇത് അവനിൽ വെച്ചിട്ട്, അതായത് മൈക്രോവേവ് ചെയ്തിട്ട് ആ ചീസ് ഒന്ന് മെൽറ്റായി വരുന്ന ആ ഒരു ടൈം, ഒരു 1-2 മിനിറ്റ്. അത് നമുക്കറിയാമല്ലോ നമ്മുടെ വീട്ടിലെ ഓവൻ്റെ ആ ഒരു ചൂടനുസരിച്ചിട്ട്. അതല്ല ഇപ്പം ഇനി മൈക്രോവേവ് ഓവനില്ലാത്തവരാണെങ്കിൽ ഇത് സാധാ ഒരു പ്ലേറ്റിൽ സെറ്റ് ചെയ്തിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ ഏറ്റവും സിമ്മിൽ വെച്ച് എല്ലാം ഒന്ന് ചൂടായി വരുന്ന രീതിയിൽ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത് റെഡി ആയപ്പോൾ ഞാനിതുപോലെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴിക്കുന്ന സമയത്ത് കുറച്ചുകൂടി സോസി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ചീസോ അല്ലെങ്കിൽ മയോനൈസോ കെച്ചപ്പോ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കഴിക്കുന്ന സമയത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ ഓരോ പോർഷൻ മിക്സ് ചെയ്തിട്ട് അങ്ങനെയെങ്കിലും കഴിക്കാം. അപ്പോൾ എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ലോഡഡ് ഫ്രൈസ്
കുട്ടികൾക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. എളുപ്പമല്ലേ ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്